وإذا سألك عبادي عني فإني قريب أجيب دعوة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. السلام عليكم ورحمة الله. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറ അൽ-ബഖറയിലെ 229, 230 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ 2-3 വചനങ്ങളിൽ തലാഖിനെ സംബന്ധിച്ചാണ്, അഥവാ വിവാഹമോചനത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സംസാരിച്ചത്. വിവാഹമോചനം അതിൻ്റെ ചില ഘട്ടങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് ഇതിന് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത്. അതിന് 3 ശുദ്ധികാലമുണ്ട്. വിവാഹമോചനം നടത്തിയാൽ തന്നെ ഈ 3 ശുദ്ധികാലം ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ തന്നെ അവൾ കഴിയണം. ഇങ്ങനെ ഈ ശുദ്ധികാലം കാത്തിരിക്കണം എന്ന് പറഞ്ഞത് തന്നെ എന്തിനു വേണ്ടിയാണ്? വീണ്ടും അവർക്ക് മനസ്താപം വന്ന് വീണ്ടും അതേപോലെ തന്നെ ആ ജീവിതം തുടർന്നു പോകാൻ, ദാമ്പത്യ ജീവിതം തുടർന്നു പോകാൻ അവർക്ക് അങ്ങനെ മനസ്സിൽ വല്ല ആഗ്രഹമുണ്ടായാൽ അതിനുള്ളൊരവസരം നൽകുക എന്നതുകൂടിയാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് മൂലത്തുഹുന്ന അഹഖു ബിറദ്ദിഹിന്ന, അവൾ തിരിച്ചെടുക്കാൻ ഏറ്റവും അവകാശപ്പെട്ടത് അവളുടെ ഇപ്പോൾ തലാഖ് ചെയ്ത ഭർത്താവ് തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് അത്തലാഖു മറത്താനി, തലാഖ് എന്ന് പറയുന്നത് 2 പ്രാവശ്യമാണ്. 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 2 ഘട്ടമാണ്. 2 ഒറ്റയടിക്ക് ഇങ്ങനെ 3 തലാഖ് ചൊല്ലുക എന്നുള്ളതല്ല. 1 പ്രാവശ്യം തലാഖ് ചൊല്ലി പിന്നെ 3 ശുദ്ധികാലം കാത്തു നിന്ന് ആ ശുദ്ധികാലത്ത് അവളെ തിരിച്ചെടുക്കാവുന്നതാണ്. അവർക്ക് 2 പേർക്കും അങ്ങനെ ഒരുമിച്ച് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ. ശുദ്ധികാലം കഴിയുന്നതോടുകൂടി തലാഖായി. വീണ്ടും അവളെ ഭർത്താവിന്
നിക്കാഹ് ചെയ്ത് തിരിച്ചെടുക്കാം. ആ തലാഖിൻ്റെ കാലാവധി കഴിഞ്ഞാൽ. കാലാവധിക്കുള്ളിലാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ തിരിച്ചെടുക്കാവുന്ന തലാഖ് മറത്താനി 2 പ്രാവശ്യമാണ്. വഇംസാക്കും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. എന്നിട്ട് അള്ളാഹ് പറയുന്നു, അപ്പോൾ അവന് വഇംസാക്കും ബിമഅറൂഫ്, നല്ല നിലയിൽ അവളെ പിരിച്ചേക്കാം. അല്ല, നല്ല നിലയിൽ അവളെ അവൻ്റെ കൂടെ നിലനിർത്താം. ഔ തസ്രീഹും ബിഇഹ്സാൻ, അല്ലെങ്കിൽ മാന്യമായി അവളെ തിരിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അവൾക്ക് അവളുടെ വഴിയിലേക്ക് അവളെ പിരിച്ചുവിടാം. രണ്ടും വളരെ മാന്യമായ രൂപത്തിലായിരിക്കണം. അവളുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അത് മാറൂഫായ നല്ല നിലക്കായിരിക്കണം. തസ്രീഹും ബിഇഹ്സാൻ, പിരിച്ചയക്കുകയാണെങ്കിലും അത് വളരെ മാന്യമായിട്ടായിരിക്കും. വലാ യഹില്ലു ലക്കും അൻ തഅഖുദൂ മിമ്മാ ആതൈതുമൂഹുന്ന ശൈഅൻ. വലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് അനുവദനീയമല്ല, അൻ തഅഖുദൂ, നിങ്ങൾ എടുക്കുന്നത്, മിമ്മാ ആതൈതുമൂഹുന്ന, ഇതിന് മുമ്പ് നിങ്ങൾ അവർക്ക് നൽകിയതിൽ നിന്ന്. അവർക്ക് നൽകിയ എന്തൊക്കെയുണ്ടോ അത് മഹർ ഒരിക്കലും തിരിച്ചെടുക്കാൻ പാടില്ല. അതുപോലെ എന്തൊക്കെ അവൾക്ക് നൽകിയിട്ടുണ്ടോ അത് അവളിൽ നിന്ന് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് അനുവദനീയമല്ല. ഇല്ലാ അൻ യഖാഫ അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ്. ഇനി പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ്. ഇല്ലാ അൻ യഖാഫ, നിങ്ങൾ ഭയപ്പെടുന്നെങ്കിലല്ലാതെ, അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിർത്തികൾ നിലനിർത്തുകയില്ല, അള്ളാഹുവിൻ്റെ അതിർത്തികൾ പാലിക്കുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നെങ്കിലല്ലാതെ. അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച അതിർത്തികളാണ് ഇതൊക്കെ. ആ അതിർത്തികളുടെ അടുത്തേക്ക് പോലും അടുക്കരുത് എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്. വലാ തഖ്റബൂ, അതിർത്തികളെ നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത് എന്നാണ് വിശുദ്ധ പലയിടങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യം. അള്ളാഹുവിൻ്റെ അതിർത്തികളെ നിലനിർത്തുകയില്ല, അതിനെ ഗൗനിക്കുകയില്ല, സൂക്ഷിക്കുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നെങ്കിലല്ലാതെ. ഫൈൻ ഖിഫ്തും അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ്, ഇനി നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിർത്തികൾ പാലിക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബിഹിമാ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ അള്ളാഹു പറയുന്നത്, ഫൈൻ ഖിഫ്തും, നിങ്ങൾ ഭയപ്പെടുകയാണ്, ലാ യുഖീമാ ഹുദൂദല്ലാഹി ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബിഹിമാ, അവരുടെ മേൽ നിങ്ങൾക്ക് കുറ്റമില്ല, ഫീമാ ഇഫ്തദത് ബിഹി, അവർ എന്തെങ്കിലും സ്വയം വിട്ടൊഴിഞ്ഞ് നൽകുന്നതെങ്കിലല്ലാതെ. ഈ രണ്ടാമത്തെ ഭാഗം അഥവാ ഇൻ ഖിഫ്തും അല്ലാ യുഖീമാ ഹുദൂദല്ലാഹി ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബിഹി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും സ്വയം സന്നദ്ധരായി വിവാഹമോചനത്തിലേക്ക് പ്രവേശിക്കുന്ന ഖുൽഅ് എന്നതിനെ സംബന്ധിച്ചാണ്. വിവാഹമോചനം പല രൂപത്തിലുണ്ട്. ഭർത്താവ് മുൻകൈയെടുത്ത് ഇനി ഭാര്യയുമായി ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയുകയില്ല എന്ന് വരുന്ന സാഹചര്യത്തിൽ ഭർത്താവിന് മാന്യമായി വിവാഹമോചനം ചെയ്യുന്നതിനാണ് തലാഖ് എന്ന് പറയുന്നത്. ഖുൽഅ് എന്ന് പറയുന്നത് രണ്ട് കൂട്ടരും ഉഭയസമ്മതപ്രകാരം, ഭാര്യ പറയുകയാണ് ഇനി നിങ്ങളുടെ കൂടെ ജീവിച്ചു പോകാൻ കഴിയുകയില്ല എന്ന് അവളുടെ ഉത്തരവാദപ്പെട്ട ആളുകളുമായി സംസാരിച്ച്, അങ്ങനെ രണ്ട് കുടുംബങ്ങളും അവരുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയൊക്കെ അതിലിടപെട്ട് സംസാരിച്ച് മാന്യമായി രണ്ടുപേരും പിരിഞ്ഞ് പോവുക. അപ്പം എന്ത് ചെയ്യാം, അവളെ ഇഷ്ടപ്പെട്ട് അവൾക്ക് പിന്നെ ഭർത്താവ് നേരത്തെ നൽകിയതിൽ നിന്ന് അതിന് ഇതൊക്കെ നിങ്ങൾ ചെലവഴിച്ചതാണ്, ഞാൻ ഇത്ര തരാം എന്ന് നിശ്ചയിച്ച് അത് കമ്മിറ്റി നിശ്ചയിച്ച് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ വാങ്ങുന്നതിൽ തെറ്റില്ല. ഫീമാ ഇഫ്തദത് ബിഹി, അവളെന്തെങ്കിലും
സ്വയം മനസ്സാലെ നിങ്ങൾക്ക് വിട്ടൊഴിഞ്ഞ് അത് നൽകുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിർത്തികൾ എത്ര ഇത്. വീണ്ടും അള്ളാഹു ആവർത്തിച്ച് പറയുന്നു, ഫലാ തഅ്തദൂഹ, അള്ളാഹുവിൻ്റെ അതിർത്തികളെ നിങ്ങൾ അതിർലംഘിക്കരുത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. പൊതുവായൊരു നിയമമാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിർത്തികൾ ആരെങ്കിലും അതിർലംഘിക്കുകയാണെങ്കിൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാണ്. അവരെത്ര അക്രമികൾ. ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും അള്ളാഹു നിശ്ചയിച്ചു തന്ന അതിർവരമ്പുകൾ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ ചിലപ്പോൾ അത് നമുക്ക് അരോചകമായിരിക്കും, നമുക്ക് ഇഷ്ടമില്ലാതിരിക്കും. എന്നിരുന്നാലും നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ അകവും മുറയും പുറവും അറിയുന്ന, നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന, നമുക്ക് വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൃത്യമായി അറിയുന്ന സർവശക്തനായ അള്ളാഹു നിശ്ചയിച്ചു തന്ന അതിർവരമ്പുകൾ, നിയമനിർദ്ദേശങ്ങൾ അത് പാലിക്കുക എന്നതാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഓരോ വിശ്വാസിയുടെയും ബാധ്യത എന്നാണ് ഇവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഫൈൻ തല്ലഖഹാ ഫലാ തഹില്ലു ലഹു. അങ്ങനെ ഈ രൂപത്തിൽ 2 വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ 2 പ്രാവശ്യം അവളെ, ഒരു പ്രാവശ്യം തലാഖ് ചെയ്തു, പിന്നെ അവളെ തിരിച്ചെടുത്തു, വീണ്ടും ഇതേ രൂപത്തിൽ ഈ പറഞ്ഞ നിബന്ധനകളോടുകൂടിയൊക്കെ തലാഖ് ചെയ്ത് കഴിഞ്ഞാൽ ഫലാ തഹില്ലു ലഹു, ഫലാ തഹില്ലു ലഹു, അവൻ അനുവദനീയമല്ല, മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹ. ഇനി അവളെ വിവാഹം കഴിക്കണമെങ്കിൽ അവളെ ഈ വിവാഹമോചനം എന്നിവ 2ാമത്തെ തലാഖിന് ശേഷം അവളെ വേറൊരാൾ വിവാഹം കഴിക്കണം. ഹത്താ തൻകിഹ സൗജൻ ഗൈറഹ, അവനല്ലാതെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് വരെ. അങ്ങനെ വിവാഹം കഴിച്ച് ഫഇൻ തല്ലഖഹ, അയാൾ വീണ്ടും ഇവളെ തലാഖ് ചെയ്തു, വിവാഹമോചനം ചെയ്തു. സ്വാഭാവികമായി വിവാഹമോചനമാണ്, അല്ലാതെ നമ്മൾ നാട്ടിൽ നടക്കുന്നത് പോലെ ചടങ്ങിരിക്കലല്ല. വേണ്ട ദേഷ്യം പിടിച്ച് 2 പ്രാവശ്യം തലാഖ് ചെയ്ത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് ഖാദി പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ഖാദിൻ്റെ മുമ്പ് തന്നെ കൊണ്ടുപോയിട്ട് ഒരാളെ ഒരു നാടകം കളിക്കും. ഒരു തലാഖ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ അവൻ തന്നെ ഇവളെ തലാഖ് ചെയ്യും. അങ്ങനെ തിരിച്ച് അതല്ല, ഹത്താ തൻകിഹ സൗജൻ ഗൈറഹ, മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് വരെ. ഫഇൻ തല്ലഖഹ, അങ്ങനെ സ്വാഭാവികമായി അവളെ വിവാഹമോചനം ചെയ്ത് കഴിഞ്ഞാൽ ഫലാ ജുനാഹ അലൈഹിമാ അൻ യതറാജഅ, വീണ്ടും അവളെ തിരിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർക്ക് തെറ്റില്ല. അത് നിക്കാഹ് നടത്തി വീണ്ടും അവളെ വിവാഹം കഴിക്കുന്നതിൽ അവൾക്ക് തെറ്റില്ല. ഇൻ വന്ന അൻ യുഖീമാ ഹുദൂദല്ലാഹ്, വീണ്ടും കൂടെ അള്ളാഹു ആവർത്തിച്ച് പറയുന്നു, ഈ തലാഖ്, വിവാഹം എന്നൊക്കെ പറയുന്നത് കുട്ടിക്കളിയല്ല, തമാശയല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇൻ വന്ന, നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, അൻ യുഖീമാ ഹുദൂദല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിർത്തികൾ നിലനിർത്തും, സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാണ് ഇതൊക്കെ. വിവാഹ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചു തന്ന അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കുക എന്നത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ ബാധ്യതയാണ്, കുടുംബാംഗങ്ങളുടെ ബാധ്യതയാണ്. ഇനി ഭർത്താവിൻ്റെ ഭാര്യയുടെയും ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ തന്നെ അത് നേരെയാക്കി കൊടുക്കേണ്ടത്, അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ കുടുംബത്തിൻ്റെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ അതിർത്തികൾ നിലനിർത്തി പോരണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അവരെ മടക്കി കൊണ്ടുവന്ന് സാധാരണ പോലെ അവളുമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് തെറ്റില്ല. വതിൽക ഹുദൂദുല്ലാഹ്, വീണ്ടും അള്ളാഹു ആവർത്തിച്ച് പറയുന്നു, അതൊക്കെ അള്ളാഹുവിൻ്റെ അതിർത്തികളാണ്, അതിർവരമ്പുകളാണ്. ഹുദൂദല്ലാഹി യുബയ്യിനുഹാ ലിഖൗമി യഅലമൂൻ, അറിവുള്ള ആളുകൾക്ക് അള്ളാഹു ഈ അതിർവരമ്പുകൾ വിശദീകരിച്ചു തരുന്നു, വിവരിച്ചു തരും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وإذا سألك عبادي عني فإني قريب أجيب